ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തൊഴിൽ വാർത്തയിൽ വന്ന ഡിഗ്രി പ്രിലിമിനറി മോഡൽ എക്സാമിനേഷൻ്റെ മാത്സ് പാർട്ട് നോക്കാം. ആ വീഡിയോയിലേക്ക് പോകാം. 51. 100 ആൾക്കാർ 100 ജോലി ചെയ്യാൻ 100 ദിവസം എടുത്താൽ ഒരാൾ ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം എന്താ പറഞ്ഞേക്കുന്നത്? 100 ആൾക്കാർ 100 ജോലി ചെയ്യാൻ 100 ദിവസം എടുത്താൽ ഒരാൾ ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്? M1 D1 W2 = M2 D2 W1. അപ്പോൾ M1 × D1 × W2 = M2 × D2 × W1. അപ്പോൾ M എന്ന് പറയുന്നത് എന്താണ്? പേഴ്സൺ ആണ്. W വർക്ക്, D എന്ന് പറയുന്നത് ഡേ. അപ്പോൾ ആദ്യത്തെ നോക്കാം. 100 ആൾക്കാർ 100 ആളുകൾ 100 ജോലി ചെയ്യാൻ 100 ജോലി 100 ദിവസം 100 ദിവസം എടുത്തു. ക്വസ്റ്റ്യൻ എന്താണ്? ഒരാൾ ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാം. M1 എന്ന് പറയുന്നത് 100 ഇൻറ്റു D1 എന്ന് പറയുന്നത് 100 ഇൻറ്റു W2 എത്രയാണ്? 1 അല്ലേ? = M2 D2 W1. M2 എന്ന് പറയുന്നത് 1, D2 എത്രയാണ്? D2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഡേയ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. D2 ഇൻറ്റു W1 100. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ചെയ്ത് നോക്കാം. 100 ഇൻറ്റു 100 ഇൻറ്റു 1 = 1 ഇൻറ്റു D2 ഇൻറ്റു 100. ഇതിനകത്ത് D2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ D2 = എങ്ങനെ എഴുതാം? 100 ഇൻറ്റു 100 ഇൻറ്റു 1 എന്ന് പറയുന്നതും 100 എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ അവിടെ 1 എഴുതേണ്ട ആവശ്യമില്ല. ÷ 100. 100 ഇൻറ്റു 1 100 വെട്ടിപ്പോയി. D2 എന്ന് പറയുന്നത് 100. 100 ദിവസമായിരിക്കും ഒരാൾ ഒരു ജോലി ചെയ്യാൻ എടുക്കുന്നത്. ഒരാൾ ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? അപ്പോൾ 100 ദിവസം എടുക്കും. അപ്പോൾ ഓപ്ഷനിൽ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ സി, 100 ദിവസം. 52. 1 രൂപ സാധാരണ പലിശ നിരക്കിൽ 60 വർഷം കൊണ്ട് 9 രൂപയായി മാറിയാൽ പലിശ നിരക്ക് എത്ര? അപ്പോൾ എന്താണ് പറയുന്നത്? 1 രൂപ സാധാരണ പലിശ നിരക്കിൽ 60 വർഷം കൊണ്ട് 9 രൂപയായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ പലിശ നിരക്ക് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ പലിശ നിരക്കാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതായത് R, പലിശ നിരക്ക് എന്ന് പറയുന്നത് R ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. R = I × 100 / P × N. അപ്പോൾ I ഉണ്ട്, P ഉണ്ട്, N ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്കിത് ചെയ്ത് നോക്കാം. I എന്ന് പറയുന്നത് പലിശയാണ്. അപ്പോൾ എന്താ പറഞ്ഞിരുന്നത്? 1 രൂപ സാധാരണ പലിശ നിരക്കിൽ 60 വർഷം. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് N ആണ് 60. ഇത് P ആണ് 1 രൂപ. N എന്ന് പറയുന്നത് 60. പിന്നീട് പറഞ്ഞേക്കുന്നത് 1 രൂപ 9 രൂപയായിട്ട് മാറി. 1 രൂപ 9 രൂപയായിട്ട് മാറിയെങ്കിൽ I എത്രയായിരിക്കും? 9 - 1 = 8. അപ്പോൾ Iയും കിട്ടി. അപ്പോൾ ഇനി ഇതിനകത്ത് വില ഇട്ട് കൊടുക്കാം. 8 × 100 / 1 × 60.
0 0 വെട്ടിപ്പോയി, 2 കൊണ്ട് നോക്കാം, 3 5, 40/3. ചെയ്ത് നോക്കാം. 3 ശിഷ്ടം 1. അപ്പോൾ ഇത് എങ്ങനെ എഴുതാം നമുക്ക്? 13 3/1 എന്ന് എഴുതാം. 13 3/1. അപ്പോൾ 13 3/1 പെർസെൻറ്റേജാണ് പലിശ നിരക്ക്. പലിശ നിരക്കാണ് കണ്ടുപിടിക്കേണ്ടത്. പലിശ നിരക്ക് എത്രയാണ്? 13 3/1. അപ്പോൾ ആൻസർ ഇതിനകത്തുണ്ടോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ ബി, 13 3/1 പെർസെൻറ്റേജ്. അടുത്ത കണക്ക് നോക്കാം. 53. 4 പുരുഷന്മാരോ 6 സ്ത്രീകളോ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യും എങ്കിൽ 4 പുരുഷന്മാരും 12 സ്ത്രീകളും കൂടി അത് എത്ര ദിവസം കൊണ്ട് ചെയ്യും? അപ്പോൾ ഈ കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എന്തോ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? 4 പുരുഷന്മാരോ 6 സ്ത്രീകളോ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്നാണ് പറയുന്നത്? 12 ദിവസം കൊണ്ട്. എങ്കിൽ 4 പുരുഷന്മാരും പിന്നീട് 12 സ്ത്രീകളും, അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് 4 പുരുഷന്മാർ അല്ലെങ്കിൽ 6 സ്ത്രീകൾ ആണ് 12 ദിവസം കൊണ്ട് ജോലി ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്യുമെന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 4 പുരുഷന്മാർ അല്ലെങ്കിൽ 6 സ്ത്രീകൾ 12 ദിവസം കൊണ്ട് ജോലി ചെയ്യും. 4 പുരുഷന്മാരും 12 സ്ത്രീകളും കൂടി എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്യും? അപ്പോൾ ഈ മോളിൽ കിടത്തിരിക്കുന്ന എല്ലാം കൂടി ഇങ്ങോട്ട് എഴുതാം. അതിനെല്ലാം കൂടെ ഗുണിക്കാം. 4 ഗുണം 6 ഗുണം 12 ഡിവൈഡഡ് ബൈ, ഇതിനെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കാം. 4 ഗുണം 12 അധികം 4 ഗുണം 6. പുറത്തോട്ട് എഴുതാം. 4 ഗുണം 6 ഗുണം 12 ഡിവൈഡഡ് ബൈ 4 ഗുണം 12 അധികം 4 ഗുണം 6. എത്ര കിട്ടും? 4 ഗുണം 6 ഗുണം 12 ഡിവൈഡഡ് ബൈ 4 ഗുണം 12 48 അധികം 4 ഗുണം 6 24 സീക്വൽ ടു 4 ഗുണം 6 ഗുണം 12 ഡിവൈഡ് ബൈ 72 എന്ന് കിട്ടും. അപ്പം ഇതിനെ വെട്ടിയാൽ പോരെ? 6 കൊണ്ട് വെട്ടാം. അപ്പോൾ എത്ര കിട്ടും? 12 അല്ല 12, അതെ 12. 12 വെട്ടിപ്പോയി, ബാക്കി 4. 4 ദിവസം കൊണ്ടാണ് ജോലി ചെയ്ത് തീർക്കും. 4 പുരുഷന്മാരും 12 സ്ത്രീകളും കൂടി 4 ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും. അപ്പോൾ ഇനി നമുക്ക് വേറൊരു മെത്തേഡിൽ ചെയ്ത് നോക്കാം. 4 പുരുഷന്മാർ അല്ലെങ്കിൽ 6 സ്ത്രീകൾ 12 ദിവസം കൊണ്ട് ജോലി ചെയ്യുന്നു. 4 പുരുഷന്മാരും 12 സ്ത്രീകളും കൂടി എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്യും? അപ്പം 4 പുരുഷന്മാർ അല്ലെങ്കിൽ 6 സ്ത്രീകളെന്നാണ്. അപ്പോൾ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ എത്ര സ്ത്രീക്ക് തുല്യമാണ്? ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ 6/4 സ്ത്രീക്ക് തുല്യമാണ്. ഇത് വെട്ടി ചെറുതാക്കുമ്പോൾ 3/2 കിട്ടും. അപ്പോൾ 3/2 സ്ത്രീക്ക് തുല്യമാണ് ഒരു പുരുഷൻ. അങ്ങനെയാണെങ്കിൽ 4 പുരുഷൻ എത്ര സ്ത്രീക്ക് തുല്യമാവും? 3/2 ഇൻറ്റു 4 2 6. അപ്പം 4 പുരുഷൻ എന്ന് പറയുന്നത് 6 സ്ത്രീക്ക് തുല്യമാണ്. അപ്പം 4 പുരുഷൻ എന്ന് പറയുന്നതും 6 സ്ത്രീ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? 4 പുരുഷന്മാരും 12 സ്ത്രീകളും കൂടി എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്യുമെന്നാണ്. അപ്പം 4 പുരുഷന്മാരെന്ന് പറയുന്നതിന് പകരം എന്ത് എഴുതാം? ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 6 സ്ത്രീകളാണെന്ന് അല്ലേ? 4 പുരുഷന്മാർക്ക് പകരം 6 സ്ത്രീകൾ അധികം 12 സ്ത്രീകൾ എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്യും എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 6 അധികം 12
18 സ്ത്രീകൾ. 18 സ്ത്രീകൾ. അപ്പം ആദ്യം പറഞ്ഞത് എന്താണ്? 6 സ്ത്രീകൾ 12 ദിവസം കൊണ്ട് ജോലി ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. 4 പുരുഷന്മാർ അല്ലെങ്കിൽ 6 സ്ത്രീകൾ. അപ്പം അതിൽ 6 സ്ത്രീകളിൽ നിന്ന് എടുക്കാം. അപ്പം 6 സ്ത്രീകൾ 12 ദിവസം കൊണ്ട് ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ 18 സ്ത്രീകൾ അതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 6 ഗുണം 12 ഡിവൈഡ് ബൈ 18 കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ 6 കൊണ്ട് വെട്ടാം. 3 12 4 വെട്ടാം. അപ്പം 4 ഡേയ്സ്. അപ്പം അങ്ങനെ ചെയ്താലും കിട്ടും, ഇങ്ങനെ ചെയ്താലും കിട്ടും. അപ്പോൾ ആൻസർ കറക്റ്റാണോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ എ, 4 ദിവസം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 54. 220 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ എതിർദിശയിൽ പോകുന്ന 180 മീറ്റർ നീളമുള്ള മറ്റൊരു ട്രെയിനിനെ 8 സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നു. നീളം കൂടിയ ട്രെയിനിൻ്റെ വേഗം 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എങ്കിൽ നീളം കുറഞ്ഞ ട്രെയിനിൻ്റെ വേഗം എത്ര? അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ 2 ട്രെയിനിൻ്റെ നീളം തന്നിട്ടുണ്ട്. ഒരു വലിയ ട്രെയിനിന് 220 മീറ്റർ ഉണ്ട്, ചെറിയ ട്രെയിനിന് 180 മീറ്റർ. എല്ലാം മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ട്രെയിനുകൾ തമ്മിൽ കടന്നു പോകുമ്പോൾ എത്ര സെക്കൻഡ് സമയം എടുക്കുന്നു? കടന്നു പോകാൻ 8 സെക്കൻഡ് സമയം എടുക്കുന്നു. നീളം കൂടിയ ട്രെയിനിൻ്റെ വേഗം തന്നിട്ടുണ്ട് 40, അത് മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ അവിടെ അത് മാറ്റേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നീളം കുറഞ്ഞ ട്രെയിനിൻ്റെ വേഗതയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വേഗതയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് എഴുതാം. ഇപ്പോൾ 2 ട്രെയിനിൻ്റെ നീളം തന്നിട്ടുണ്ട് അല്ലേ? L1 220 മീറ്റർ, L2 180 മീറ്റർ. 180 മീറ്റർ. പിന്നീട് എന്താ തന്നിരിക്കുന്നത്? ടൈം തന്നിട്ടുണ്ട്. 8 സെക്കൻഡെന്ന് ടൈം തന്നിട്ടുണ്ട്. പിന്നീട് നീളം കൂടിയ ട്രെയിനിൻ്റെ വേഗം തന്നിട്ടുണ്ട്. S1 വേഗത 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഇനി S2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നീളം കുറഞ്ഞ ട്രെയിനിൻ്റെ വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എഴുതാം. T = L1 + L2 ഡിവൈഡ് ബൈ S1 + S2. അപ്പോൾ എതിർദിശയിൽ പോകുന്നത് കൊണ്ടാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത്. ഒരേ ദിശയായിരുന്നെങ്കിൽ കുറയ്ക്കണമായിരുന്നു. അപ്പോൾ തന്നിരിക്കുന്ന എല്ലാം ഇവിടെ എടുത്തെഴുതാം. T ഉണ്ട് 8 = 220 അധികം 180 ഡിവൈഡ് ബൈ S1 എത്രയാണ്? 40 അധികം S2. അപ്പോൾ S2 ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഒന്നുകൂടെ എഴുതാം. 220 അധികം 180 ഡിവൈഡ് ബൈ 40 അധികം S2 8 = അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. താഴെ ഒരു 1 കൊടുത്ത് എളുപ്പത്തിന് വേണ്ടി അറിയാൻ വേണ്ടിയാണ് അങ്ങനെ 1 കൊടുത്തത്. ഇങ്ങനെ ഗുണിക്കണം, ഇങ്ങനെ ഗുണിക്കണം. അപ്പോൾ എങ്ങോട്ട് എടുത്തെഴുതാം? 8 × 40 അധികം S2 = 220 അധികം 180. 320. 8നെ അകത്തോട്ട് ഗുണിക്കുന്നു. 8 × 40 8 × S2. 320 അധികം 8 S2 = 220 അധികം 180 400. 320 അധികം 8 S2 = 400 മീറ്റർ. ഇനി 320നെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് ചിഹ്നമാകും. അപ്പോൾ 8 S2 = 400 മൈനസ് 320. എത്ര കിട്ടും? 8 S2 = 80 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ S2 = 80 ഡിവൈഡ് ബൈ 8 എത്ര കിട്ടും? 10. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡാണ്
ചെറിയ ട്രെയിനിൻ്റെ വേഗത. അപ്പോൾ ചെറിയ ട്രെയിനിൻ്റെ നീളം കുറഞ്ഞ ട്രെയിനിൻ്റെ വേഗത എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. എല്ലാം മീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അത് പിന്നെ മാറ്റേണ്ട വരത്തില്ല. 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം നമുക്ക്. ആൻസർ ഓപ്ഷൻ ഡി, 10 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ 55. ഒരു ചതുരക്കട്ടയുടെ, അതായത് ക്യൂബോയിഡ്, നീളം 22 സെൻറ്റിമീറ്റർ, വീതി 12 സെൻറ്റിമീറ്റർ, ഉയരം 7.5 സെൻറ്റിമീറ്റർ ആയാൽ ഉപരിതല വിസ്തീർണം എത്ര? അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഉപരിതല വിസ്തീർണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഒരു ചതുരക്കട്ടയുടെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 2 × LB അധികം BH അധികം LH. എന്താ ഇക്വേഷൻ? 2 × LB അധികം BH പ്ലസ് LH. ഇപ്പോൾ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? അത് ആവശ്യമില്ല, എന്നാലും ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ചതുരക്കട്ടയുടെ LBH ആണ് വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ചതുരക്കട്ടയുടെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഏതാണ്? 2 × LB പ്ലസ് BH പ്ലസ് LH. അപ്പോൾ ഇവിടെ എല്ലാം തന്നിരിക്കുന്ന എല്ലാം ഇങ്ങോട്ട് എടുത്തെഴുതാം. L എന്ന് പറഞ്ഞാൽ നീളം എത്രയാണ്? 22 സെൻറ്റിമീറ്റർ. B എന്ന് പറഞ്ഞാൽ വീതി 12 സെൻറ്റിമീറ്റർ. H എന്ന് പറഞ്ഞാൽ ഉയരം 7.5 സെൻറ്റിമീറ്റർ. അപ്പോൾ എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. L ഉണ്ട്, B ഉണ്ട്, H ഉണ്ട്. ഇനി ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ചെയ്ത് നോക്കാം. 2 × 22 × 12 അധികം 12 × 7.5 അധികം 22 × 7.5 എത്ര കിട്ടും? 2 × 22 × 12 264 അധികം 12 × 7.5 90 അധികം 165 എന്ന് കിട്ടും. 2 × 519 എന്ന് കിട്ടും. 264 അധികം 90 അധികം 165. 2 × 519. 519 × 2 എത്ര കിട്ടും? 1038 സെൻറ്റിമീറ്റർ സ്ക്വയർ. ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി, 1038 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 36. ഒരാളുടെ നിശ്ചല ജലത്തിലെ വേഗം 7 km/h ഒഴുക്കിൻ്റെ വേഗം 3.5 km/h എങ്കിൽ ഒഴുക്കിനെതിരായി 10.5 km സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര? അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഒരാളുടെ നിശ്ചല ജലത്തിലെ വേഗത തന്നിട്ടുണ്ട്, ഒഴുക്കിൻ്റെ വേഗത തന്നിട്ടുണ്ട്. പിന്നീട് ഒഴുക്കിനെതിരായിട്ട് അയാൾ 10.5 km പോകുന്നു എങ്കിൽ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം. സഞ്ചരിക്കാൻ എടുക്കുന്ന സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം സമയം കണ്ടുപിടിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട്? ദൂരവും വേണം, വേഗതയും വേണം. അപ്പം സമയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? സമയം = ദൂരം / വേഗത. സമയം കണ്ടുപിടിക്കണമെങ്കിൽ ദൂരവും വേണം, വേഗതയും വേണം. ഇവിടെ നിശ്ചല ജലത്തിലെ വേഗത തന്നിട്ടുണ്ട്, ഒഴുക്കിൻ്റെ വേഗത തന്നിട്ടുണ്ട്. ഒഴുക്കിനെതിരായിട്ടുള്ള വേഗത ഇവിടെ തന്നിട്ടില്ല. അപ്പം നമ്മളത് കണ്ടുപിടിക്കണം. പിന്നെ നിശ്ചല ജലത്തിലെ വേഗതയും ഒഴുക്കിൻ്റെ വേഗതയും ഉണ്ടെങ്കിൽ ഒഴുക്കിനെതിരായ വേഗത എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഒഴുക്കിനെതിരായ വേഗത നിശ്ചല ജലത്തിലെ വേഗത വേഗം മൈനസ് ഒഴുക്കിൻ്റെ വേഗം.
ഒഴുക്കിൻ്റെ വേഗം. അപ്പോൾ ഒഴുക്കിനെതിരായിട്ടുള്ള വേഗത നമുക്ക് കണ്ടുപിടിക്കണം. വേഗത കണ്ടുപിടിച്ചെങ്കിലേ സമയം കണ്ടുപിടിക്കാൻ ഒക്കൂ. സമയമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒഴുക്കിനെതിരായിട്ടുള്ള വേഗത കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം? നിശ്ചല ജലത്തിലെ വേഗതയും വേണം, ഒഴുക്കിൻ്റെ വേഗതയും വേണം. അത് രണ്ടും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഒഴുക്കിനെതിരായ വേഗത കണ്ടുപിടിക്കാം. അപ്പോൾ നിശ്ചല ജലത്തിലെ വേഗത എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 7 km/h എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിശ്ചല ജലത്തിലെ വേഗത 7 km/h. പിന്നീട് ഒഴുക്കിൻ്റെ വേഗത 3.5 km/h എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴുക്കിനെതിരായ വേഗത എങ്ങനെ കണ്ടുപിടിക്കാം? 7 - 3.5 സിഗൾട്ട് എത്ര കിട്ടും? 3.5 km/h. അപ്പോൾ ഒഴുക്കിനെതിരായിട്ടുള്ള വേഗത കണ്ടുപിടിച്ചു. 3.5 km/h എന്ന് കിട്ടി. ഇനി നമുക്ക് സമയം കണ്ടുപിടിക്കാം. സമയം എങ്ങനെ കണ്ടുപിടിക്കാം? സമയം ഈക്വൽ ടു ദൂരം ഡിവൈഡഡ് ബൈ വേഗം ഈക്വൽ ടു എത്ര ദൂരമാണ് അവർ പോയതെന്ന് പറഞ്ഞത്? 10.5 km ദൂരത്തിലാണ് പോയത്. അത് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദൂരം എന്ന് പറയുന്നത് 10.5 km ആണ്. ഡിവൈഡ് ബൈ വേഗത എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 3.5 km/h ആണ് വേഗത. അപ്പോൾ ഇതിൻ്റെ പോയിൻ്റ് മാറ്റാം. 2 10 കൊണ്ട് ഗുണിക്കുമ്പോഴത്തേക്ക് പോയിൻ്റ് മാറും. അപ്പോൾ 105 ഡിവൈഡ് ബൈ 35. 5 കൊണ്ട് 21 3 മണിക്കൂർ. അപ്പോൾ എത്ര സമയം എടുക്കും? 3 മണിക്കൂറാണ് എടുക്കുന്നത്. നമുക്ക് ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ സി 3 മണിക്കൂർ. അടുത്ത ക്വസ്റ്റ്യൻ 57. ഒരു ക്യാമ്പിൽ 116 ആൾക്കാർക്ക് 25 ദിവസം കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. 21 ദിവസം കഴിഞ്ഞപ്പോൾ 100 പേർ ക്യാമ്പ് വിട്ടുപോയി എങ്കിൽ ബാക്കി ഭക്ഷണം ബാക്കി ആൾക്കാർക്ക് എത്ര ദിവസത്തേക്ക് തികയും? അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ക്യാമ്പിൽ 116 ആൾക്കാർക്ക് വേണ്ടി ആൾക്കാർക്ക് 25 ദിവസം കഴിക്കാനുള്ള ആഹാരമാണ് ഉള്ളത്. 116 ആൾക്കാർക്ക് 25 ദിവസം കഴിക്കാനുള്ള ആഹാരമുണ്ട്. 21 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? 100 പേര് ക്യാമ്പ് വിട്ടങ്ങ് പോയി എങ്കിൽ ആ ബാക്കിയുള്ള ഭക്ഷണം ബാക്കി ആൾക്കാർക്ക് എത്ര ദിവസത്തേക്ക് തികയും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എന്താ പറയുന്നത്? 116 പേർക്ക് 25 ദിവസം കഴിക്കാനുള്ള ഭക്ഷണമാണ് ഒരു ക്യാമ്പിലുള്ളത്. 25 ദിവസത്തേക്കുള്ള ഭക്ഷണം 116 പേർക്ക്. അപ്പോൾ 21 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ എത്ര ദിവസം കൊണ്ടുണ്ട്? പിന്നെ 4 ദിവസത്തേക്കുള്ള ആഹാരവും കൂടെ ബാക്കിയുണ്ട്. 25 - 21 4. അപ്പം 4 ദിവസത്തെ ആഹാരവും കൂടെ ബാക്കിയുണ്ട് 116 പേർക്ക്. 116 പേർക്ക് 4 ദിവസം കഴിക്കാനുള്ള ആഹാരമാണ് പിന്നെ ആ ക്യാമ്പിലുള്ളത്. അപ്പോൾ 100 പേര് ക്യാമ്പ് അങ്ങ് വിട്ടുപോയി. ഇപ്പം 116 100 പേര് പോയാൽ പിന്നെ ബാക്കി എത്ര പേരുണ്ട്? 16 പേര്. അപ്പോൾ ഈ 16 പേർക്ക് എത്ര ദിവസം കഴിക്കാനുള്ള ഭക്ഷണമാണ് പിന്നെ ഉള്ളത്? 116 പേർക്ക് 4 ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട്. അപ്പം 100 പേരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ 16 പേർക്ക് ഈ ഭക്ഷണം എത്ര ദിവസം കഴിക്കാൻ പറ്റും? അപ്പോൾ 116 പേർക്ക് 4 ദിവസം കഴിക്കുന്ന ഭക്ഷണം 16 പേർക്ക് എത്ര ദിവസം കഴിക്കാൻ പറ്റും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷനുണ്ട്. m1 d1 = m2 d2. ഇപ്പം വില ഇട്ട് കൊടുക്കാം. m1 116 × d1 4 = m2 16 × d2. d2 ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം എങ്ങനെ d2 കണ്ടുപിടിക്കാം? d2 = 116 × 4 / 16. ഇവിടെ വെട്ടാം. 4 കിട്ടും. 4 116 കൊണ്ട് വെട്ടുമ്പോൾ എത്ര കിട്ടും? 29 കിട്ടും. അപ്പോൾ 29. അപ്പോൾ 16 പേർക്ക് 29 ദിവസത്തെ ഭക്ഷണവും കൂടി ഉണ്ട്. അപ്പോൾ ഇത് വേറൊരു രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം.
ഇക്വേഷൻ ഇടാതെ 116 പേർക്ക് 4 ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട്. അങ്ങനെയാണെങ്കിൽ 16 പേർക്ക് ഈ ഭക്ഷണം എത്ര ദിവസത്തേക്ക് തികയും? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ മുകളിലുള്ളത് 4 ഇവിടെ എഴുതുക, ഗുണം 116 പേർക്ക് എന്തായാലും ഇതിൽ കൂടുതൽ ദിവസം തികയുമല്ലോ. 116 പേർക്ക് 4 ദിവസം തികയുമെങ്കിൽ 16 പേർക്ക് ഒരുപാട് ദിവസവും കൂടെ തികയും. അപ്പം വലിയ സംഖ്യ ആദ്യം മുകളിൽ എഴുതുക, താഴെ 16 എഴുതുക. മറ്റേതുപോലെ തന്നെ വരും 29. അതും ആൻസർ 29 കിട്ടും. അങ്ങനെ 2 രീതിയിൽ വേണമെങ്കിൽ, ഇക്വേഷൻ അറിഞ്ഞൂടെങ്കിൽ ഈ രീതിയിൽ വേണമെങ്കിലും ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആൻസർ കറക്റ്റാണോ എന്ന് നോക്കാം. 57 ഓപ്ഷൻ എ 29 ദിവസം. അപ്പോൾ കണ്ടുപിടിച്ച് നമ്മൾ 29 ദിവസം. ഇനി അടുത്ത കണക്ക് 58 18,750 രൂപ 4% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ ആദ്യ വർഷവും 8% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ രണ്ടാം വർഷവും ബാങ്കിൽ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന കൂട്ടുപലിശ എത്ര? അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് 2 വർഷം കഴിഞ്ഞുള്ള കൂട്ടുപലിശ നിരക്കാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. തുക 18,750 രൂപയാണ് തുക. അപ്പം പലിശ ഓരോ വർഷവും, ഒരു വർഷം 4%, അടുത്ത വർഷം 8%. ഓരോ വർഷവും 4% കൂടി വരുന്നുണ്ട്. അപ്പം കൂട്ടുപലിശ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? T × 1 + R/100 n raised to n. ഇപ്പോൾ ഇവിടെ ചെയ്ത് നോക്കാം. 18,750 × 1 + R 4 അല്ലേ, 4% 100 × 1 + 8/100 raised to 1 ഈക്വൽ ടു 18,750 ഗുണം 1 + 4/100 എന്ന് പറയുന്നത് എത്ര കിട്ടും? 104. 104/100 എന്ന് കിട്ടും. ഇൻറ്റു ഇത് 108/100 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ചെറുതാക്കി എഴുതുമ്പോൾ ഇതിനെല്ലാം ഈ ക്രിയയൊക്കെ ഗുണിച്ച് ഹരിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര കിട്ടും ആൻസർ? 21,060 എന്ന് കിട്ടും. 21,060 എന്ന് കിട്ടും. അപ്പോൾ ആദ്യം തുക എത്രയായിരുന്നു? 18,750 ആയിരുന്നു. ഈ 2 വർഷത്തെ പലിശയും കഴിഞ്ഞപ്പോഴത്തേക്ക് എത്ര കിട്ടി തുക? കൂട്ടുപലിശ 2 വർഷത്തെ കൂട്ടുപലിശയും കൂടെ കഴിഞ്ഞപ്പോൾ എത്ര കിട്ടി തുക? 21,060 എന്ന് കിട്ടി. ഇനി ഇതിൽ നിന്നും കൂട്ടുപലിശ എങ്ങനെ കണ്ടുപിടിക്കാം? കൂട്ടുപലിശ ഈക്വൽ ടു നമുക്കിപ്പം കിട്ടിയ തുകയിൽ നിന്നും മറ്റേ തുക, ആദ്യത്തെ തുക കുറച്ചാൽ മതി. 60 - 18,750 ഈക്വൽ ടു 2,310. 2,310 രൂപ എന്ന് ആൻസർ കിട്ടും. കൂട്ടുപലിശ എത്ര കിട്ടി? 2,310. ഇവിടെ ആൻസർ കറക്റ്റാണോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വാർഷിക കൂട്ടുപലിശ നിരക്കിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് n 1 എടുത്തിരിക്കുന്നത് കേട്ടോ, അത് ഓർത്ത് വെച്ചേക്കുക. ആ ആൻസർ ഓപ്ഷൻ സി ആണ്, 2,310 രൂപ. ഇനി അടുത്ത കണക്ക് 59. ഒരു കച്ചവടക്കാരൻ യഥാർത്ഥ വിലയുടെ 15% ഡിസ്കൗണ്ടിലാണ് ഒരു കാർ വാങ്ങിയത്. വാങ്ങിയ ശേഷം 30% വില കൂട്ടി അത് വിറ്റു. എങ്കിൽ കച്ചവടക്കാരന് ഈ കച്ചവടത്തിൽ ഉണ്ടായ ലാഭം എത്ര ശതമാനം? ഈ കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കച്ചവടക്കാരൻ യഥാർത്ഥ വിലയുടെ 15% ഡിസ്കൗണ്ട് എടുത്തു. ഡിസ്കൗണ്ടിൽ കാറ് വാങ്ങിച്ചു. 15% ഡിസ്കൗണ്ടിൽ കാറ് വാങ്ങിച്ചു. പിന്നീട് എന്ത് ചെയ്തു? അത് വാങ്ങിയതിന് ശേഷം 30% വില കൂട്ടി വിറ്റു.
വില കൂട്ടിയാണ് വിറ്റത്. വില കൂട്ടി 30% വില കൂട്ടി വിറ്റു. അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം എത്രയാണെന്നാണ് ലാഭശതമാനമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 3%. അപ്പോൾ 2% തന്നിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ ശതമാനം കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് XY ഡിവൈഡഡ് ബൈ 100. XY ഡിവൈഡഡ് ബൈ 100 എന്നാണ്. അപ്പോൾ X എന്ന് പറയുന്നത് ഇതായിട്ട് എടുക്കാം, Y ഇത്. 15% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 100-ൽ നിന്നും 15 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 85 ഗുണം 30% കൂട്ടുക. കൂട്ടുക എന്ന് പറയുമ്പോൾ 100-ൽ നിന്നും 30 കൂട്ടുക. 100 അധികം 30, 130. 85 ഗുണം 130 ഡിവൈഡ് ബൈ 100. 85 ഗുണം 130 ഡിവൈഡ് ബൈ 100. റൂട്ട് എഴുതാം. 85 ഗുണം 130 ഡിവൈഡഡ് ബൈ 100. രണ്ടും വെട്ടിപ്പോയി. 85 ഗുണം 13 1105 എന്ന് കിട്ടി. ഡിവൈഡ് ബൈ 10. അപ്പോൾ എങ്ങനെയാണിത് വായിക്കുന്നത്? ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പോൾ എത്ര കിട്ടി? 110.5 എന്ന് കിട്ടി. ലാഭം 110.5 കിട്ടി. ഇനി ലാഭശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭശതമാനം എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 110.5-ൽ നിന്നും 100 കുറയ്ക്കുക. 110.5-ൽ നിന്നും 100 കുറയ്ക്കുമ്പോൾ ലാഭശതമാനം കിട്ടും. എത്ര കിട്ടും? അന്നേരം 10.5% എന്ന് ആൻസർ കിട്ടി. 10.5% എന്ന് ആൻസർ കിട്ടി. അപ്പോൾ ആൻസർ കറക്റ്റാണോ എന്ന് നോക്കാം നമുക്ക്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 10.5%. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 60. 100 മുതൽ 200 വരെയുള്ള സംഖ്യകളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരി ഏത്? ഒന്നാമത് പറയുന്നത് 100 മുതൽ 200 വരെ 3-ന്റെ 33 ഗുണിതങ്ങൾ ഉണ്ട്. ഇപ്പം എന്താണ് പറയുന്നത്? 100 മുതൽ 200 വരെ 3-ന്റെ 33 ഗുണിതങ്ങളുണ്ട്. 100 മുതൽ 200 വരെയുള്ള സംഖ്യകളുടെ തുകയെന്ന് പറയുന്നത് 15,100 ആണ്. അപ്പോൾ ഇത് രണ്ടും ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? 100 മുതൽ 200 വരെയുള്ള 3-ന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3-ന്റെ ഗുണിതങ്ങൾ 33 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. 33 എണ്ണം ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് കണ്ടുപിടിക്കേണ്ടത് എണ്ണമാണ്. എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ആദ്യത്തെ ഗുണിതം ഏതാണ്? 102 ആണ്. 3-ന്റെ ഫസ്റ്റ് 100 കഴിഞ്ഞിട്ടുള്ളത് 102 കഴിഞ്ഞാൽ പിന്നെ 3 കൂട്ടി അങ്ങ് പോയാൽ മതിയല്ലോ. 105. ലാസ്റ്റിലത്തെ എത്രയാണ്? 200-ന് മുമ്പുള്ളത് 198 ആണ്. 3-ന്റെ ഗുണിതം. അപ്പോൾ എല്ലാം ഉണ്ട്. എൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? എൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ Tn മൈനസ് T1 ഡിവൈഡഡ് ബൈ D പ്ലസ് 1 ആണ് ഇക്വേഷൻ. അപ്പോൾ Tn എത്രയാണ്? 198 ആണ്. മൈനസ് T1 102 ഡിവൈഡ് ബൈ D എത്രയാണ്? 3. 198 മൈനസ് 102 ഡിവൈഡ് ബൈ 3 അധികം 1. അപ്പോൾ എത്ര കിട്ടും? 198 102 96 ഡിവൈഡ് ബൈ 3 അധികം 1 ഇസിക്കൽ ടു ഇത് രണ്ടും കൂടെ വെട്ടുമ്പോൾ 32 കിട്ടും. അധികം 1 33. അപ്പോൾ ആദ്യം പറഞ്ഞ സംഭവം ശരിയാണ്. 33 ഗുണിതങ്ങളാണ് 3-നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് വേറെ രീതിയിൽ ചെയ്ത് നോക്കാം. 3-ന്റെ ഗുണിതമായിട്ടുള്ള ആദ്യത്തെ സംഖ്യ 102 ആണ്. 102-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3 9 ശിഷ്ട 1 2 അത്തിറക്കി 4 3 12 34 കിട്ടി.
ഇനി ലാസ്റ്റിലെ സംഖ്യ എത്രയാണ്? 198 അല്ലേ? 198 ഡിവൈഡ് ബൈ 3, 6 3 18, 66 കിട്ടി. അപ്പോൾ ലാസ്റ്റിലത്തെ ഗുണിതത്തിനെ ഡിവൈഡ് ചെയ്തപ്പോൾ 66 കിട്ടി. ഇനി 66 മൈനസ് 34 എത്ര കിട്ടും? 32 കിട്ടും. പ്ലസ് 1 33. അപ്പോൾ ഇങ്ങനെയും ഗുണിതങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പറയുന്നത് എന്താണ്? 100 മുതൽ 200 വരെയുള്ള സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 100 മുതൽ 200 വരെയുള്ള സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 15100 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശരിയാണോ എന്നാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു T1 പ്ലസ് Tn. ഇതാണ് തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഇതിൽ n വേണം. n എത്രയാണ്? n കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എത്രയാണ്? ഏതാണ്? n ഈക്വൽ ടു Tn മൈനസ് T1 ഡിവൈഡ് ബൈ D പ്ലസ് 1 ആണ് ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് ഇക്വേഷൻ ഇട്ട് നോക്കാം. Tn എന്ന് പറയുന്നത് 200, T1 100, D എത്രയാണ്? 1 അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഒന്നൊന്ന് വീതമല്ലേ കൂടി പോകുന്നത്. പ്ലസ് 1. അപ്പോൾ എത്ര കിട്ടും? 100 പ്ലസ് 1 101. 101 n എന്ന് പറയുന്നത്. n ഈക്വൽ ടു 101. ഇനി നമുക്ക് തുക കണ്ടുപിടിക്കാം. n/2 ഇൻറ്റു Tn പ്ലസ് Tn, T1 പ്ലസ് Tn. 101 ഡിവൈഡ് ബൈ 2 ഇൻറ്റു T1 100, Tn 200. 101 ബൈ 2 ഇൻറ്റു 300, 150. 150 ഗുണം 101 എത്ര കിട്ടും? 15150 ആണ്. അപ്പോൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ശരിയല്ല, ആദ്യത്തേത് മാത്രമാണ് ശരി. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നോക്കാം. അപ്പോൾ എന്താ പറയുന്നത്? 1 മാത്രം ശരി. ഓപ്ഷൻ സി, 1 മാത്രം ശരി. അടുത്ത ക്വസ്റ്റ്യൻ 61. 7 മണിക്കും 8 മണിക്കും ഇടയിൽ ക്ലോക്കിലെ സൂചികൾ മട്ടകോണിൽ വരുന്ന സമയം എത്ര? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ 7 മണിക്കും 8 മണിക്കും ഇടയിലാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ മട്ടകോണിലുള്ള സമയം കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? 60 ഇൻറ്റു a പ്ലസ് 3 ഡിവൈഡ് ബൈ 11. 60 ഇൻറ്റു a പ്ലസ് 3 ഡിവൈഡ് ബൈ 11. a എന്ന് പറയുന്നത് ആദ്യ സമയമാണ്. a ഈക്വൽ ടു ആദ്യ സമയം. എത്ര ആദ്യ സമയം പറഞ്ഞിരിക്കുന്നത്? 7 മണി അല്ലേ? 7 മണിയാണ്. a എന്ന് പറയുന്നത് 7 മണി. അപ്പോൾ ഇക്വേഷൻ ഇവിടെ ഇട്ട് നോക്കാം. 60 ഇൻറ്റു 7 അധികം 3 ഡിവൈഡഡ് ബൈ 11 ഈക്വൽ ടു 7 അധികം 3 10. അപ്പോൾ 60 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 11. 600 ഡിവൈഡ് ബൈ 11. 60 ഇൻറ്റു 10 600. 600 ഡിവൈഡ് ബൈ 11. ഇവിടെ ചെയ്ത് നോക്കാം. 600നെ 11 കൊണ്ട് ഭാഗിക്കുന്നു. 5 55, ശിഷ്ടം 5 50, 4 കൊണ്ട് 4 ഗുണം 11 44, ശിഷ്ടം 6 കിട്ടി. അപ്പോൾ എത്ര കിട്ടുന്ന ആൻസർ? 54. പിന്നെ ബാക്കി നമുക്ക് ഭിന്നസംഖ്യയായിട്ട് എഴുതാം. 11ൽ 6, 54 11ൽ 6 ആൻസർ കിട്ടി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 7നും 8നും ഇടയിലാണ്. അപ്പോൾ സമയം എത്ര വരും? 7നും 8നും ഇടയിലാണെങ്കിൽ 7 എഴുതേണ്ടത് അല്ലേ? 7 മണി 54 11ൽ 6 മിനിറ്റും. 7 മണി 54 11ൽ 6 മിനിറ്റും. അപ്പോൾ ആൻസർ കറക്റ്റാണോ എന്ന് നോക്കാം നമുക്ക്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 7 മണി 54 11ൽ 6 മിനിറ്റും. അടുത്ത ക്വസ്റ്റ്യൻ 62.
1999 മാർച്ച് 5 ഞായറായാൽ 2000 മാർച്ച് 5 ഏത് ദിവസം? അപ്പം എന്താ ക്വസ്റ്റ്യൻ? 1999 മാർച്ച് 5 എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ചയാണ്. അങ്ങനെ ആയാൽ 2000 മാർച്ച് 5 എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ 2000 എന്ന് പറയുന്നത് ഒരു അതിവർഷമാണ് അല്ലേ? അതിവർഷമാണ്. അതുകൊണ്ട് മാർച്ച് 5 ഞായറാണെങ്കിൽ 2000 മാർച്ച് 5 എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ 2 അങ്ങ് കൂട്ടുക. ഞായർ, തിങ്കൾ, ചൊവ്വ. അപ്പോൾ ചൊവ്വാഴ്ചയായിരിക്കും എന്ത്? 2000 മാർച്ച് 5. അതിവർഷമായതുകൊണ്ടാണ് 2 കൂട്ടിയത്. അതിവർഷം അല്ലായിരുന്നു എങ്കിൽ 1 കൂട്ടിയാൽ മതിയായിരുന്നു. അതായത് 1998 മാർച്ച് 5 ഞായറാണെങ്കിൽ 99 മാർച്ച് 5 എന്ന് പറയുന്നത് എന്ത് ദിവസമായിരിക്കും? തിങ്കളാഴ്ചയായിരിക്കും. 1 കൂട്ടിയാൽ മതി. ഇത് 2000 എന്ന് പറയുന്നത് അതിവർഷമായതുകൊണ്ട് 2 + 2 ആണ്. ഞായറിൻ്റെ കൂടെ +2. ഞായർ, തിങ്കൾ, ചൊവ്വ. ചൊവ്വാഴ്ചയാണ് ആൻസർ. ആൻസർ ഓപ്ഷൻ ബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 63. താഴെ തന്നിട്ടുള്ളതിലെ ഒറ്റയാൻ ഏത്? അപ്പോൾ ഇതിനകത്തെ ഒറ്റയാൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് അങ്ങ് എഴുതുക. അപ്പോൾ ഇവിടെ എഴുതി വെക്കാം. ഇംഗ്ലീഷ് ആൽഫബറ്റ് അങ്ങനെ എഴുതുക. പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒറ്റയാൻ ആരെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതൊക്കെയാണ്? RUVZ, DGHL, JMNQ, ORSW. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഒറ്റയാൻ ആര് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ നോക്കാം നമുക്ക്. RUVZ, 6 കഴിഞ്ഞ് യു വരണമെങ്കിൽ 6ൻ്റെ ഇടയ്ക്ക് 2 എണ്ണം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് യു വരുന്നത്. പിന്നീട് വി ആണ് കൊടുത്തിരിക്കുന്നത്. യുവിൻ്റെ തൊട്ടടുത്ത് വി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇസഡ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് 3 എണ്ണം വന്നിട്ടാണ് ഇസഡ്. അപ്പോൾ ആദ്യം 2, പിന്നെ തൊട്ടടുത്ത ഒരു സംഖ്യ, പിന്നീട് 3. ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. അടുത്ത് നോക്കാം. DGHL, ഡി കഴിഞ്ഞ് 2 പോയിട്ടുണ്ട്. ഇവിടെ 1 2 കറക്റ്റാണ്. 2 പോയിട്ടുണ്ട്. പിന്നീട് എച്ച് ആണ്. ജി തൊട്ടടുത്ത് എച്ച്. എല്ലാണ് പോയേക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് 3. അപ്പോൾ ഇത് +3 കറക്റ്റാണ്. ഇനി വന്നിരിക്കുന്നത് JMNQ ആണ്. ജെ 2 കഴിഞ്ഞിട്ടാണ് എം വന്നത്. തൊട്ടടുത്ത് N, പിന്നീട് Q ആണ്. അത് കറക്റ്റല്ല. ഇവിടെ 2 എണ്ണമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റല്ല. ഇവിടെ 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തതും കൂടെ നോക്കാം. ORSW, O ഇടയ്ക്ക് 2 ഉണ്ട്. പിന്നെ 6 കഴിഞ്ഞിട്ട് എസ് ഒരെണ്ണം, പിന്നെ W ആണ്. ഇടയ്ക്ക് 3. കറക്റ്റാണ്. ഇത് കറക്റ്റാണ്. അപ്പോൾ ആരാണ് ഒറ്റയാനായിട്ട് വന്നിരിക്കുന്നത്? JMNQ ആണ് ഒറ്റയാൻ. ആൻസർ കറക്റ്റാണോ എന്ന് നോക്കാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, JMNQ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിട്ടുള്ളതിലെ ബന്ധം മനസ്സിലാക്കിയ ശേഷം വിട്ടുപോയ പദം കണ്ടെത്തുക. അപ്പോൾ ഇത് 2 നോക്കിയിട്ട് വിട്ടുപോയ പദം ഇവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇംഗ്ലീഷ് ആൽഫബറ്റ് എഴുതാം. അപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ACEG ആണ് അല്ലേ? അപ്പോൾ എ കഴിഞ്ഞ ഡി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എയും ഡിയും നോക്കിയാൽ ഇപ്പോൾ ഈ എയുടെ ഇടയ്ക്ക് 2 എണ്ണം ഉണ്ട്, 2 അക്ഷരങ്ങളുണ്ട് ഡി. അതുപോലെ സി നോക്കിയാൽ സിയുടെ ഇടയ്ക്ക് 2 അക്ഷരമുണ്ട്, അത് എഫ്. അത് കഴിഞ്ഞിട്ടാണ് എഫ് വരുന്നത്. അതുപോലെ ഇ എടുത്താൽ ഇയുടെ ഇടയ്ക്ക് 2 അക്ഷരം കഴിഞ്ഞിട്ടാണ് എച്ച്. ജി നോക്കിയാൽ ജിയുടെ ഇടയ്ക്ക് 2 അക്ഷരമുണ്ട്, അത് കഴിഞ്ഞ് ജെ വരുന്നു, ജെ. അപ്പം അതേപോലെ ആയിരിക്കും ഇവിടെയും വരുന്നത്. ഇപ്പം ക്യൂ ഇടയ്ക്ക് 2 അക്ഷരം, RS കഴിഞ്ഞ് ടി അല്ലേ? എസിൻ്റെ ഇടയ്ക്ക് 2, ടിയും യുവും കഴിഞ്ഞ് വി. പിന്നെ അടുത്തത് യു ആണ്. യുവിൻ്റെ ഇടയ്ക്ക് 2 അക്ഷരം, വിയും ഡബ്ല്യുവും കഴിഞ്ഞ് എക്സ് വരും. ഡബ്ല്യുവിൻ്റെ ഇടയ്ക്ക് 2 അക്ഷരം, എക്സ് വൈ കഴിഞ്ഞ് ഇസഡ്. അപ്പോൾ TVXZ. ഇതാണോ ആൻസർ? നമുക്ക് നോക്കാം. ഈ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ആൻസർ ഉണ്ട്. ഓപ്ഷൻ എ
ടി വി എക്സ് ഇസഡ്. ടി വി എക്സ് ഇസഡ് ആണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ കിഴക്ക് ദിശയിൽ നിൽക്കുന്നു. അവിടെ നിന്നും 100 ഡിഗ്രി ഘടികാരത്തിൻ്റെ അതേ ദിശയിലും, അതായത് ക്ലോക്ക് വൈസ് 145 ഡിഗ്രി ഘടികാരത്തിൻ്റെ എതിർ ദിശയിലും സഞ്ചരിച്ചാൽ ഇപ്പോൾ ഏത് ദിശയിൽ എത്തും? അപ്പം ഇങ്ങനെ ഒരു കണക്ക് വന്നാൽ ആദ്യം നമ്മൾ ദിശ അടയാളപ്പെടുത്തുക. അപ്പം അത് നമുക്ക് ചെയ്തു നോക്കാം. അപ്പം ദിശ അടയാളപ്പെടുത്താം. ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത്. അപ്പം പറഞ്ഞിരിക്കുന്നത് എന്താണ്? 100 ഡിഗ്രി ഘടികാര ദിശയിലും 100 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഘടികാര ദിശയിലും, പിന്നീട് 145 ഡിഗ്രി ഘടികാരത്തിൻ്റെ എതിർ ദിശയിലും സഞ്ചരിച്ചാൽ 145 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും സഞ്ചരിച്ചാൽ അവസാനം എത്തുന്നത് ഏത് ദിശയിലായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പം കിഴക്ക് ദിശയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് ദിശയിലാണ് നിൽക്കുന്നത്? കിഴക്ക് ദിശയിലാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ കിഴക്കെന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത് അല്ലേ? ഇവിടെയാണ് അയാൾ നിൽക്കുന്നത്. ഇവിടുന്ന് ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് 100 ഡിഗ്രി പോയിട്ട് തിരിച്ച് 145 ഡിഗ്രി പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 145 100 കുറച്ചാൽ മതിയല്ലോ, 45 ഡിഗ്രി അല്ലേ? ഇങ്ങോട്ട് വരുമ്പോൾ 45 ഡിഗ്രി കൂടെ ഇങ്ങോട്ട് വരും. തിരിച്ച് വരുമ്പോൾ 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും അല്ലേ? ഇത് 90 അല്ലേ? ഇപ്പോൾ 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനാണ്? വടക്ക് കിഴക്ക്, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനാണിത്. വടക്ക് കിഴക്ക് ഡയറക്ഷനിലാണ് അയാളിപ്പോൾ നിൽക്കുന്നത്. എങ്ങനെ വരുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 100 ഡിഗ്രി പോവുകയാണെങ്കിൽ തിരിച്ച് 145 ഡിഗ്രി അപ്പുറത്തോട്ട് പോകുന്നു. അപ്പോൾ 45 ഡിഗ്രി ഇവിടുന്ന് കൂടി വരും. 45 ഡിഗ്രി ഇങ്ങോട്ട് കൂടുന്നതെന്ന് പറഞ്ഞാൽ 90 ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കറക്റ്റാണോ നോക്കാം. ആൻസർ ഓപ്ഷൻ ബി, വടക്ക് കിഴക്ക്, കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ 66. ഒരു കോഡ് ഭാഷയിൽ ഇംപ്ലിസിറ്റിനെ LRWUTPXK എന്നെഴുതിയാൽ ഇൻട്രോവേർട്ടിനെ എങ്ങനെ എഴുതാം? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ആൽഫബറ്റ് എഴുതുക. അപ്പോൾ ഇംപ്ലിസിറ്റ് ഐ കഴിഞ്ഞ ഇംപ്ലിസിറ്റിനെ എങ്ങനെ എഴുതിയത്? LRWUTPXK. അപ്പം നമുക്ക് നോക്കാം. ഐ കഴിഞ്ഞ് എത്രാമത്തെ അക്ഷരമാണ്? എൽ എന്ന്. അതിനിടയ്ക്ക് 2 ഉണ്ട്. അപ്പോൾ +2 ആണ് അല്ലേ? 2 ആൽഫബറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് എല്ല് വരുന്നത്. ഇനി എം കഴിഞ്ഞിട്ട് 6 ആണ് വരുന്നത്. എമ്മിൻ്റെ താഴെ വരുന്നത് 6. എം 1 2 3 4 4 എണ്ണം കഴിഞ്ഞിട്ടാണ് 6 വരുന്നത്. 4. ഇപ്പം പി മിക്കവാറും 6 ആയിരിക്കും. 2 4 6 8 പോകുന്നത്. എന്നാലും നോക്കാം. PW ആണ് പിയുടെ കൂടെ വരുന്നത്. പി കഴിഞ്ഞിട്ട് 1 2 3 4 5 6 ആണ്. 6. അപ്പം 2 4 6 8 എന്നുള്ള രീതിയിലായിരിക്കണം പോകുന്നത്. അതിലും സംശയം വേണ്ട, മൊത്തം ചെയ്ത് നോക്കാം. എല്ലിന് വരുന്നത് യു ആണ്. 1 2 3 4 5 6 7 8. ഇപ്പോൾ 8 ആണ്. അപ്പോൾ ഇവിടെ 10 ആയിരിക്കും. ഐ കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 8 9 10. 10 ആൽഫബറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ടി വരുന്നത്. 10. അപ്പോൾ ഇവിടെ 12 ആയിരിക്കും. സി കഴിഞ്ഞ് 13ാമത്തെ അക്ഷരമായിരിക്കും പി അല്ലേ? നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. 13ാമത്തെ അക്ഷരമാണ് പി. ഇപ്പോൾ ഇവിടെ +12.
അപ്പോൾ ഇവിടെ ഇനി നോക്കണ്ട, ഇത് 14 16 ആയിരിക്കും. പ്ലസ് 14 പ്ലസ് 16. അപ്പോൾ ഐ കഴിഞ്ഞ് 2 അക്ഷരം കഴിഞ്ഞ് മൂന്നാമത്തെ അക്ഷരമാണ് എൽ. എം കഴിഞ്ഞ് 4 അക്ഷരം കഴിഞ്ഞിട്ട് 5ാമത്തെ അക്ഷരമാണ് ആറ്. ടി കഴിഞ്ഞിട്ട് 7ാമത്തെ അക്ഷരം ഡബ്ല്യു. അപ്പോൾ അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഇൻട്രോവേർട്ടിനും വരുന്നത്. നമുക്ക് നോക്കാം, ഇൻട്രോവേർട്ടിന് എന്തായിരിക്കും വരുന്നത്? ഐ കഴിഞ്ഞിട്ട് 2 അക്ഷരം കഴിഞ്ഞില്ലേ, മൂന്നാമത്തെ അക്ഷരം എല്ല്. എല്ലായിരിക്കും ഐയുടെ സ്ഥാനം, ഐ കഴിഞ്ഞിട്ട് വരുന്നത്, ഐയുടെ പകരമായിട്ട് വരുന്നത് എല്ല്. അപ്പം എൻ എത്ര അക്ഷരമാണ്? 5ാമത്തെ അക്ഷരമായിരിക്കും. 1 2 3 4 5ാമത്തെ അക്ഷരം എസ്. ഇപ്പം ടിയുടെ താഴെ വരുന്ന ഏതായിരിക്കും? ടി കഴിഞ്ഞ് 6 അല്ലേ, 6 അക്ഷരം കഴിഞ്ഞിട്ട് എ ആയിരിക്കും വരുന്നത്. എ 6 കഴിഞ്ഞിട്ട് എന്താ വരേണ്ടത്? അന്നേരം 8 അക്ഷരം കഴിഞ്ഞിട്ട് വരണം. 9ാമത്തെ അക്ഷരമായിരിക്കണം വരേണ്ടത്. 6 കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 8 9. 9ാമത്തെ അക്ഷരം എ. ഓ കഴിഞ്ഞിട്ട് 10 11ാമത്തെ അക്ഷരമായിരിക്കണം ഇവിടെ വരേണ്ടത്. ഏതാണ്? 1 2 3 4 5 6 7 8 9 10 11. ഇസഡ് ആണ് വരേണ്ടത്. LSAAZ എന്ന് വന്നു. ഇത്രയും ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അതിൻ്റെ ഓപ്ഷനിൽ നിന്ന് ആൻസർ കിട്ടും. എന്നാലും എല്ലാം ചെയ്ത് നോക്കാം. ഇനി വി കഴിഞ്ഞിട്ട് 13ാമത്തെ അക്ഷരമായിരിക്കണം ഇവിടെ വരേണ്ടത്. വി കഴിഞ്ഞ് 13ാമത്തെ അക്ഷരം ഏതാണ്? 1 2 3 4 5 6 7 8 9 10 11 12 13. ഐ. ഈ കഴിഞ്ഞ് 15ാമത്തെ അക്ഷരം വരണം. 1 2 3 4 5 6 14 12 13 14 15. ടി. ടി. അങ്ങനെ നോക്കുമ്പം 6 കഴിഞ്ഞിട്ട് ഏതാണ് വരേണ്ടത്? 6 കഴിഞ്ഞിട്ട് 15ാമത്തെ അക്ഷരം ഐ. അതുപോലെ ടി കഴിഞ്ഞിട്ട് 17ാമത്തെ അക്ഷരം ഏത് വരും? എം വരും. അതായിരിക്കും ആൻസർ. LSAAZITIM. അപ്പോൾ ആൻസർ കറക്റ്റാണോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ എ ആണ്, കറക്റ്റാണ്. LSAAZITIM. അപ്പോൾ ഇതുപോലെ ഇങ്ങനെയുള്ള കണക്ക് വന്നാൽ എപ്പോഴും എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് ആൽഫബറ്റ് അവിടെ എഴുതി നോക്കുക. അതിൽ നിന്ന് നമുക്ക് എന്താണ് ഇതിൻ്റെ ബന്ധം എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 67. ശ്രേണി പൂർണ്ണമാക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വന്നേക്കുന്നത്? ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് തനിയെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1 അധികം 1ൻ്റെ ക്യൂബ് = 2 അല്ലേ. അപ്പോൾ ഇനി അടുത്തത് 2 ആണ്. 2 അധികം 1 കഴിഞ്ഞിട്ട് 2, 2ൻ്റെ ക്യൂബ് 8 2 10 വരുന്നത്. ഇനി 10 ഇവിടെ എഴുതുക. 10 അധികം 2 കഴിഞ്ഞിട്ട് 3, 3ൻ്റെ ക്യൂബ് = എത്ര കിട്ടും? 37. ഇനി വരുന്നത് 37 ആണ്. 37 അധികം 3 കഴിഞ്ഞ് 4ൻ്റെ ക്യൂബ് 101 കിട്ടും. അടുത്തത് 101 അധികം 5ൻ്റെ ക്യൂബ് എത്ര കിട്ടും? 226. അപ്പോൾ ഇവിടെ അടുത്ത വരേണ്ട ഏതാണ്? 226 ആണ് വരേണ്ടത്. അപ്പോൾ ഈ ഓരോ ആൻസർ കിട്ടിയിട്ട് അതിൻ്റെ കൂടെ ഈ 1 2 3 4 അപ്പോൾ അതിൻ്റെ ക്യൂബുകൾ എഴുതി കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ. അപ്പോൾ അടുത്തത് വരുന്നത് 226. ആൻസർ ഓപ്ഷൻ സി. ഇനി അടുത്ത കണക്ക് നോക്കാം. 68. രജനിയുടെ റാങ്ക് ഒരു പരീക്ഷയിൽ മുകളിൽ നിന്നും 16ാമതും താഴെ നിന്ന് 15ാമതുമാണ് എങ്കിൽ ആ ക്ലാസ്സിലെ ആകെ കുട്ടികൾ എത്ര? അപ്പോൾ ഇതുപോലുള്ളൊരു മോഡൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആകെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മുകളിലെ സ്ഥാനം അധികം പിന്നിലെ സ്ഥാനം -1. അപ്പോൾ മുകളിലെ സ്ഥാനം ഏതാണ്? 16ാമതാണ് അല്ലേ, 16ാമത്. പിന്നെ താഴെ നിന്ന് 15. ഇത് രണ്ടും കൂടെ കൂട്ടുക
അതിൻ്റെ കൂടെ അതിൽ നിന്നും 1 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 31 ഇവിടെ കിട്ടുന്നത്. അതിൽ നിന്ന് 1 കുറയ്ക്കുക, 30. അപ്പോൾ ഇങ്ങനെ കണക്ക് വന്നാൽ എന്താ ചെയ്യേണ്ടത്? മുകളിലെ റാങ്കും താഴെ എന്നുള്ള റാങ്കും കൂടെ കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. രണ്ടും കൂടെ കൂട്ടി 1 കുറയ്ക്കുക. ആകെ കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ 30. അടുത്ത ക്വസ്റ്റ്യൻ 69. താഴെ തന്നിട്ടുള്ള വാക്കുകളെ അക്ഷരമാലാക്രമത്തിൽ അടുക്കിയാൽ നടുക്ക് വരുന്ന വാക്കേത്? അപ്പോൾ ഇതിനെ അക്ഷരമാലാക്രമത്തിൽ അടുക്കുക. ആദ്യം ഇവിടെ നോക്കുക. 6E. 6E ആണല്ലോ ആദ്യം വരേണ്ടത്. 6E കഴിഞ്ഞ് എം, ഇതാണ് ഫസ്റ്റ് വരേണ്ടത്. രണ്ടാമത് വരേണ്ടത് ടി വരുന്നതാണ് 2. മൂന്നാമത് ഇത് വരണം. നാലാമത് ഇത്. അഞ്ചാമത്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് വരുന്ന ഏതായിരിക്കും? മൂന്നാമത്തതായിരിക്കും നടുക്ക് വരുന്നത് അല്ലേ? 5 ആണല്ലോ ഉള്ളത്. അപ്പോൾ നടുക്ക് വരുന്നത് മൂന്നാമത്തെ ആയിരിക്കും. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, റിവൈവ് ആണ് നടുക്ക് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 70. ഒരു കോഡ് ഭാഷയിൽ ഫിയറിനെ പ്ലസ് ഇൻറ്റു ഭാഗം സ്റ്റാർ എന്നും റീഡിനെ സ്റ്റാർ ഇൻറ്റു ഭാഗം ഡോളർ എന്നും പറഞ്ഞാൽ ഫേഡിനെ എങ്ങനെ എഴുതാം? ഇതെങ്ങനെ ചെയ്യേണ്ടത്? ഇവിടെ ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫിയറിൻ്റെ സിമ്പല് ഏതൊക്കെയാണ്? പ്ലസ്, ഇൻറ്റു, ഡിവിഷൻ, സ്റ്റാർ. ഇനി പറഞ്ഞേക്കുന്നത് റീഡിൻ്റെ അല്ലേ? റീഡിൻ്റെ സിമ്പൽ ഏതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? സ്റ്റാർ, ഇൻറ്റു, ഡിവിഷൻ, ഡോളർ. ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫേഡിൻ്റെ സിമ്പൽ എന്തൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫിൻ്റെ താഴെ എന്തോടെ കിടക്കുന്നത്? പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് ആയിരിക്കും. എയുടെ താഴെ ഡിവിഷനാണ്. രണ്ടിടത്തും ഡിവിഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഡിവിഷൻ ആയിരിക്കും. അപ്പോൾ ഡിയുടെ താഴെ ഡോളറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അത് തന്നെ ആയിരിക്കും. ഇയുടെ താഴെ എന്താ കൊടുത്തേക്കുന്നത്? ഇൻറ്റു ആണ്. ഇവിടെ രണ്ടിടത്തും ഇൻറ്റു മാർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻറ്റു. അപ്പോൾ എന്താണ് സൈൻ വരുന്നത്? പ്ലസ്, ഡിവിഷൻ, ഡോളർ, ഇൻറ്റു. ഇതാണ് ആൻസർ. നമുക്ക് നോക്കാം ആൻസർ കറക്റ്റ് ആണോ എന്ന്. അപ്പം കറക്റ്റ് ആണല്ലോ. ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാത്സ് സെക്ഷൻ.